ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാനൊരു ഗെയിമിംഗ് ചലഞ്ച് ചെയ്യാൻ പോവുക. മറ്റേ ഡ്രോ ആൻഡ് ഗസ് ചലഞ്ച് എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടി ഇവരെ കുറച്ച് കാര്യങ്ങൾ പറയും, അത് ഞാൻ സ്പീഡിൽ വരയ്ക്കും. എന്നിട്ട് ഇവർ പറയണ ഏത് നമ്പർ അത് ഞാൻ ഗസ് ചെയ്യണം. ഒരു 5 നമ്പർ പറയുമായിരിക്കും. 20 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് സ്പീഡിൽ വരയ്ക്കും, എന്നിട്ട് ഗസ് ചെയ്യും. അതിനുശേഷം ഇവൾക്ക് കൊടുക്കും, ഇവളും അത് ഗസ് ചെയ്യും. അങ്ങനെ ഇവളും വരയ്ക്കും സ്പീഡിൽ. ഇവൾക്ക് കുറച്ച് മെമ്മറി പെട്ടെന്ന് നിൽക്കൂല, അപ്പം ഭയങ്കര ടഫായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രണ്ടുപേരിൽ നോക്കണമെങ്കിൽ മെമ്മറി എനിക്ക് കുറച്ച് നിൽക്കും, ഇവൾക്ക് കുറച്ച് പെട്ടെന്ന് മറക്കണ ശീലമുണ്ട്. അത് ഞാൻ ജയിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ പിടിക്കും. നമുക്ക് അറിഞ്ഞുകൂടാ ഒരു ഗസ്. എന്നിട്ട് ലാസ്റ്റ് 5 എണ്ണം ഗസ് ചെയ്യണോ കറക്റ്റ് ആക്കിയ ആരാണ് കൂടുതൽ കറക്റ്റ് ചെയ്യണം അവർ ജയിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ചുമ്മാ എല്ലാ ഗസ്സും ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് വരെ ഗസ് ചെയ്താലും അവർ ഇതാവും. അപ്പോൾ ഇതൊരു ഫണ്ണി ചലഞ്ച് പോലെ ചെയ്യുക. അപ്പം 20 കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഡ്രോ ചെയ്യാം അല്ലേ? ഡ്രോ ചെയ്യാം. ഗെയിമിലോട്ട് നമുക്ക് കിടക്കാം. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഇവള് തിരഞ്ഞെടുക്കണത് ഞാൻ തിരഞ്ഞെടുക്കണ ഏതൊക്കെ ഐറ്റംസ് ആണെന്ന് നമ്മൾ മാറ്റി എങ്ങനെ വയ്ക്കും. അവളപ്പോൾ ഒരു 20 കാര്യങ്ങൾ ഇപ്പൊ സെറ്റാക്കും. അതിനുശേഷം അടപടാ സ്പീഡിലേക്ക് വരയ്ക്കാം. എന്ത് വരയ്ക്കും. തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ ഇവളിപ്പോ പറഞ്ഞു തുടങ്ങും. അപ്പൊ ഞാൻ അതനുസരിച്ച് സ്പീഡിൽ വരയ്ക്കും. എന്നിട്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കാണുന്നത് കാണണ്ട. അപ്പൊ തുടങ്ങാല്ലേ? ഓക്കെ. അപ്പൊ സ്പീഡിൽ നീ പറയണം. അപ്പൊ ഞാൻ പെട്ടെന്ന് വരച്ചിട്ട് പോകും. ഒരു വിധം. ഓക്കെ. Flower rose, croissant, bread, ice cream, burger, house is so slow. Itrati ara. Curly hair, body lotion, table. Da itre samile one slow. Table. Okay. Books, mirror, fan, toy. ആദിലെ ഞാൻ നിനക്ക് നല്ല സുഖം തരുവാ. പെൻ, comb, slippers, chair, phone. Phone, photo frame, dress. ഞാൻ വരച്ചത് എനിക്ക് തന്നെ അറിഞ്ഞു. ഞാൻ എന്തിനാണ് വരച്ചത്? നല്ല കോമഡി ആയിട്ടുണ്ട്. അത്ര ടഫ് സാധനങ്ങളാണ് അവളെല്ലാം തോന്നുന്നത്. ആകെ വരയ്ക്കാനേ പറ്റാത്ത സാധനങ്ങൾ നല്ല കോമഡി ആയി കാണും. ഒന്നും മനസ്സിലാവൂല എനിക്കൊന്നും അറിഞ്ഞൂട. എല്ലാം തെറ്റി. എഴുത്തൊക്കെ എന്തോ. അയ്യോ, എട്ടാമത്തത് എന്തോ പെന്നാ എഴുത്താ അല്ല. അപ്പൊ തെറ്റി. അറിയട്ടെ എന്താണ്? പറ. ബോഡി ലോഷൻ വരച്ചു വെച്ചിരിക്കും. ഇത് വരാം നമ്മളെ 13. അയ്യോ, 13ാമത്തെ എന്താണ്?
ഒന്ന് കാണിക്ക് എന്തായിരുന്നു ഒന്ന് നല്ലതായിട്ട് നോക്കിയാ 13. ഞാൻ പിന്നെ പറഞ്ഞു തരാം അതെന്താണ്. പതിമൂന്നാണ് ടോയ്. പിന്നെ 19. മിറർ 19 മിറർ അല്ലല്ലോ. അല്ല. 19 ബുക്കാ അല്ല. അയ്യോ വിൻഡോ അല്ല. അയ്യോ ഒന്നും കിട്ടല്ല. ഞാനും മനസ്സിലായി. ഒന്നും കിട്ടല്ല. ഇതെന്തോ ഒരു സാധനം. I don't think you know. ഫോട്ടോ ഫ്രെയിം കറക്റ്റ് ഉണ്ടാക്കിയത് നീ. അത് ഫോട്ടോ ഫ്രെയിം അത് ഉണ്ടാക്കി കറക്റ്റ് ആയിരുന്നു ഫോട്ടോ ഫ്രെയിം. ആ 1. ബലൂണോ? എല്ലാം തെറ്റും. നീ ഒന്നൊന്നായിട്ട് തുടങ്ങി. നിനക്ക് എന്തൊക്കെ ഓർമ്മയുണ്ട് നോക്കട്ടെ. ഐസ്ക്രീം 4. ഐസ്ക്രീം 4. 1 2 ബർഗർ 3 5. 1 2 3 ഓർമ്മയില്ല. 2 എവിടെയൊക്കെ നീ ഉണ്ടാക്കി കറക്റ്റ് ആയിരുന്നു. പക്ഷെ അത് നോക്കി മനസ്സിലാവില്ല. അതൊക്കെ ശരിയാ. അതൊക്കെ അങ്ങനെയാണ്. ഒന്ന് അറിഞ്ഞൂടാ. ഒന്നെന്താ? റോസാണ്. ക്രോസാണ് തെറ്റി. അത് പാടതായിരുന്നു. 3 അറിഞ്ഞൂടാ. എന്താണ്? ഇതൊക്കെ എന്താണ്? 3 ബ്രെഡ്, 4 ഐസ്ക്രീം, 5 ബർഗർ, 6 ഹൗസ്, 7 കർലി ഹെയർ, 8 ഇപ്പൊ പറഞ്ഞല്ലോ നീ. അത് എന്താണ്? അല്ല, ബോഡി ലോഷൻ. 8 ബോഡി ബോഡി ലോഷൻ. 9 നമ്മളെ ടേബിള്, 10 മിററാ അല്ല, ബുക്ക്, 11 നീ പറഞ്ഞ സാധനം തന്നെ. എവിടാ തെറ്റ്? മിറർ. എന്തുകൊണ്ട് അടുത്ത 12 എന്തൊരു സ്പൈഡറാ? കോമ്പ്. പോണത് അതെന്തോ ഇങ്ങനെയാ വരച്ച് വെച്ചതാ. വരച്ചത് ഏകദേശം ഫാനാ. ഫാൻ സൺ പോലെ വരച്ചു ചെയ്യും. 13 ബോഡി ലോഷനാ. ബോഡി ലോഷൻ അല്ലേ? 8. അപ്പൊ ഇത് ടോയ്. ഇത് ഏത് ടോയാ? 14 പെന്ന്. 14 പെന്ന്. 15 കോമ്പ്. കോമ്പ്. 16 സ്ലിപ്പേഴ്സ്. സ്ലിപ്പേഴ്സ്. പിന്നെ 17 അയ്യേ ഇതെന്താ? 17 ചെയർ. 18 എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന സാധനമാണ്. Phone. What type of phone is that? I don't know, but yeah, whatever. 19 എന്താ? നീ പറഞ്ഞത്. എൻജോയ്. ഫോട്ടോ ഫ്രെയിം. ഫോട്ടോ ഫ്രെയിം 20. എനിക്കറിഞ്ഞൂടാ. നീ ഗസ്. ഡ്രസ്. പാവള ഉണ്ടാക്കിയാ മതിയായിരുന്നു. ഡ്രസ്. സോ അവൻക്ക് ശരിയായത് എനിക്ക് തോന്നുന്നു 4-5 ഉള്ളൂ അല്ലേ? 2-3 ഉള്ളൂ. അല്ല, നീ ചോദിച്ച സമയത്ത് 1-2 ഉള്ളൂ. ബിക്കോസ് ഞാൻ ഇത് പറഞ്ഞു. ഇല്ല, എന്തൊക്കെ ടോട്ടൽ ടോട്ടൽ ഒരു 4-5 എണ്ണം അത്രേ ഉള്ളൂ. 20. ബാക്കിയൊക്കെ എന്തോ വരച്ചു. ഈ അടുത്ത അവൾ ഞാൻ കൊടുക്കട്ടെ. ഞാനൊക്കെ അതൊക്കെട്ടും പോകുന്നു തോന്നുന്നു എനിക്ക്. ഞാൻ പെട്ടെന്ന് പറയാം. എന്ത്? ഞാൻ നിനക്ക് പിന്നെ സ്റ്റിൽ ഇച്ചിരി സമയം ഇല്ല എനിക്ക്. ഓക്കെ, അപ്പൊ ശരി. ഇപ്പൊ അന്നേരം തുടങ്ങാൻ പോവാണ്. ചപ്പൽ, സമൂസ, ടിഫിൻ ബോക്സ്, മിക്സി, മിക്സിയാ, കോമ്പ്, വാട്ടർ ടാങ്ക്. വാട്ടർ ടാങ്കാ? ഇതൊക്കെ എന്തൊരു സാധനം? പൂക്കാൽ, ഫ്ലവർ, ജുംക, കാറ്,
ചായ ഗ്ലാസ്. ചായ ഗ്ലാസ്. ഗ്ലാസ് മതിയില്ലേ? ഓട്ടോറിക്ഷ. അതെങ്ങനെ ഉണ്ടാക്കും? പോട്ട്. ആ? പോട്ട് പോട്ട്. എന്താ? ഫ്ലവർ റൈസിന്റെ പോട്ട്. ആ. പ്രഷർ കുക്കർ. ഉം. ചിക്കൻ. ചിക്കൻ. അതെങ്ങനെ ഉണ്ടാക്കും ഞാൻ? ജിലേബി. ഉം. സൈക്കിൾ. ഉം. ദോശ. സ്റ്റീൽ ഗ്ലാസ്. ഇതെല്ലാം ഗ്ലാസ് ആണല്ലോ. പോട്ട്, ഗ്ലാസ്. ഇഡ്ഡലി. മൊസ്കിറ്റോ കോയിൽ. ഇത് അതേ മൊസ്കിറ്റോ കോയിൽ. നോക്കിയാണ് എന്തൊക്കെയാണ് എടുത്ത് കാണിച്ചു കൊടുത്തു. ലാസ്റ്റ് പിന്നെ വെച്ചാ മതി. How good is this? Whose drawing is better? His or mine? ഇതെന്താ ഒരു മൗണ്ടൻ? ആ, രണ്ട്. ഞാൻ എന്നോട് പറഞ്ഞത് എന്താണ്? ഓർമ്മയില്ല. ഒന്നുമില്ല. ഇല്ല, അത് ഓർമ്മയില്ല. സമൂസ. സമൂസ ഏതാ? സമൂസ. അടുത്ത 6 6. ഇതെന്താ ഇങ്ങനെ ഉണ്ടാക്കിയത്? ചിന്തിക്കാനൊക്കെ ടിഫിൻ സമയം. ബോക്സാ? അല്ല അല്ല അല്ല. ടിഫിൻ ബോക്സ് ഇതല്ല. നീ ഇവിടെ എന്നോട് ബോക്സ് എന്തോ പറഞ്ഞല്ലോ, അതല്ലല്ലോ. ഇങ്ങനെ ചെയ്ത അറിയത്തില്ല. അതെ വാട്ടർ ടാങ്ക്. ഓ, ഇവിടേക്കോ. ആ, 8. ഇതെന്ത് സാധനം? ഇങ്ങനെ എടുത്ത് മേളിലാക്കി. എന്തോ ഒന്ന് ഇങ്ങനെ പോയിട്ട് അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ തന്നെ. അതൊക്കെ കറക്റ്റ് പോലെ തന്നെ തോന്നും. ആണല്ലേ? ആ, അത് കുറച്ചുകൂടെ ആലോചിച്ചാൽ കിട്ടും, അല്ലാതെ പാടായിരിക്കും. എളുപ്പമുള്ള കാര്യം സമോസയാ? അല്ല. ഓ, സമോസ ഇവിടെയായിരുന്നു. നിന്റെ ക്ലൂ കൊടുക്കാൻ വേണം. നിന്റെ ശരീരത്തിലുള്ളതാ. ഉറുപ്പാ? വാച്ചാ? പറയട്ടെ. ആ. ജുംക. ഓ, എവിടേക്ക് ശരിയായിരുന്നു ഉണ്ടാക്കിയത്. അത് ശരിയായിട്ടാണ് ആ, ഉണ്ടാക്കിയത്. പക്ഷെ ആ. അടുത്ത 20. ആ, 20 ആണ് അത്. മസ്കിറ്റോ കോയിൽ. ആ, കറക്റ്റ് ആക്കി. പിന്നെ അടുത്തത് ചോദിക്കട്ടെ. 13. അയ്യോ, ഇതെന്ത് സാധനം? ഉപ്പ പോലെ. ഇവിടെ നേരത്തെ ഇങ്ങനെ പൂജ്യം, ഇവിടെ നേരത്തെ ഇങ്ങനെ ആക്കി, ഇങ്ങനെ ആക്കി. നോക്കിയൊക്കെ തോന്നുന്നത് കറക്റ്റ് ആണോ? ആ, ഏകദേശം കറക്റ്റ്. ഹോ, ഓക്കെ ഓക്കെ പറയാം, കാരണം നീ എന്തൊക്കെയോ അത് ഉദ്ദേശിച്ചാണ് ചെയ്ത് വെച്ചത്. ഓർമ്മയില്ല. പ്രഷർ കുക്കർ കണ്ട അതിന്റെ അടപ്പ്. അടപ്പ്. അയ്യോ, ഇതൊക്കെ എന്താണ്? അടുത്ത 14. അതിന് ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ ആക്കിട്ട് ഇതും അങ്ങനത്തെ സാധനം തന്നെ. ഇതങ്ങനത്തെ അല്ലേ? ആ, തെറ്റല്ലേ? അത് വരച്ച തെറ്റാണ് അത്, പക്ഷെ എനിക്ക് തോന്നല്ല എങ്ങനെയാണ്. ഓർമ്മയില്ല. ചിക്കൻ. ആ, അത് തെറ്റ്. അതെനിക്ക് സമയം കിട്ടിയില്ല, ഞാൻ ഉണ്ടാക്കില്ല. എനിക്ക് ഇത് ചിലപ്പോ നീ പറയുമായിരിക്കും. 9. കാറാ? ഓ ഓ, അതേ ഉള്ളൂ. ഇല്ല, ബിക്കോസ് ഇത് ഇങ്ങനെ ഇരിക്കുന്നു, ഇതും ഇങ്ങനെ ഇരിക്കുന്നു, അപ്പൊ ഇതും ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ നീ ഒന്നേ നീ ഗസ് ചെയ്തു. അവള് 2 ഇപ്പൊ ശരിയാക്കി. ഇനിയിപ്പോ ഒന്നേ കൊടുക്കാം. So ചെരുപ്പ്, സമോസ, I think it's a lunch box. ബോക്സ് എന്തോ ടിഫിൻ ബോക്സ് എന്തോ. അല്ലേ? പിന്നെ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ സ്ക്വയർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാ? I don't remember. What is it? മിക്സി. അത് കറുത്ത സാധനം ഉണ്ടാക്കിയതാ. കോംബ്. ഓക്കേ. വാട്ടർ ടാങ്ക്. ഫ്ലവർ പൂക്കൾ. അല്ലേ? ഇത് നീ എന്നോട് പറഞ്ഞല്ലോ ജുംക. കാറ്. ചായ കാപ്പിയുടെ ഗ്ലാസ്. അല്ല, അത് ഞാൻ അതിനെ പോകാം. ഇത് ഓട്ടോറിക്ഷ. ഓട്ടോ. അല്ലേ? ഇതെനിക്ക് ഓർമ്മയില്ല. പോട്ട്. പക്ഷേ ഓക്കെ, പ്രശ്നമില്ല. ഇത് കുക്കർ നീ പറഞ്ഞതാ. ഓക്കെ, ഇതെനിക്ക് ഓർമ്മയില്ല. ചിക്കൻ. ചിക്കൻ. അത് ഷേപ്പ് നോക്കിയിട്ട് ഓർമ്മ വരില്ല.
ഇതാണ് നമ്മുടെ ജലേബി. അതാണ് ഇത് സൈക്കിള് അല്ലെ. ദോശ, ഗ്ലാസ്, നമ്മുടെ ഗ്ലാസ്, ഇഡ്ഡലി. എനിക്ക് തോന്നുന്നു ഒരു 10-12 അവൾക്ക് അറിയാം. ഞാനൊരു 5 പറഞ്ഞ അവളൊരു 12. അപ്പൊ ഈ കളിയിൽ അവളാണ് ജയിച്ചിരിക്കുന്നത്. അത്രേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് തോന്നിക്കാണോ അല്ലേ? കാരണം നമുക്ക് നല്ല രസമുണ്ട്. ഇത് വീണ്ടും വീണ്ടും കളിക്കാൻ തോന്നുന്നു. കാരണം അങ്ങനെ തോന്നുന്ന ഒരു നല്ല, പക്ഷെ വരയ്ക്കാൻ നല്ല കോമഡിയാണ് കേട്ടോ. സ്പീഡില് what type of jhumka is this? Right? What was this? മിക്സി. How? ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെച്ചിട്ട് മേടി അതും വെച്ച എങ്ങനെയൊക്കെയോ ഒരു പിടി കിട്ടിയില്ലേ? അങ്ങനെ വെച്ചാൽ മതിയായിരുന്നു. മിക്സി അല്ലേ? പക്ഷെ ഇത് ഞാൻ വച്ചില്ല. അത് കഴിഞ്ഞ കണ്ടിട്ട് ബ്രെഡ് ടോസ്റ്റ് പോലെ ഇരിക്കുന്നു. അപ്പൊ ഇതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ അടുത്ത അടിപൊളി ചലഞ്ച് വീഡിയോകളായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചലഞ്ച് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. നിങ്ങൾ കുറെ പേരൊക്കെ ഓരോന്നൊക്കെ കമന്റ് ഇടുന്നുണ്ട്. ആ വീഡിയോ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ആ കമന്റ് എല്ലാം അതിന്റെയൊക്കെ നമ്മൾ പയ്യെ ചെയ്യുന്നതാണ്. ഇപ്പം ഇത് ചെയ്യാൻ തോന്നി, അതുകൊണ്ട് ചെയ്ത് നിങ്ങളെ മാക്സിമം സപ്പോർട്ട് വേണം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല ഫണ്ണി ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് ബട്ടണും ഒരു സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയിലും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ അല്ലെങ്കിൽ ചലഞ്ചായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.